വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 141 ദാവീദിൻ്റെ ആത്മീയ ജാഗ്രതയും ആത്മാർത്ഥമായ പ്രാർത്ഥനയുമാണ്. ദൈവത്തോട് തൻ്റെ വാക്കുകളും പ്രവൃത്തികളും സംരക്ഷിക്കണമെന്ന അപേക്ഷയും ദുഷ്ടരുടെ കുടുക്കുകളിൽ നിന്ന് രക്ഷിക്കണമെന്ന അപേക്ഷയും ഇവിടെ പ്രകടമാകുന്നു. കർത്താവെ, എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ, എൻ്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ. എൻ്റെ ഹൃദയം തിന്മയിലേക്ക് ചായാൻ സമ്മതിക്കരുതേ. അക്രമികളോട് ചേർന്ന് ദുഷ്കർമ്മങ്ങളിൽ മുഴുകാൻ എനിക്കിടയാക്കരുതേ. അവരുടെ ഇഷ്ടവിഭവങ്ങൾ രുചിക്കാൻ എനിക്ക് ഇടവരുത്തരുതേ. സങ്കീർത്തനം 141 3-4 തിരുവചനങ്ങൾ. 142 സങ്കീർത്തനം ദാവീദ് ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന സമയത്ത് ദൈവത്തോട് തൻ്റെ ദുഃഖവും ഏകാന്തതയും തുറന്നു പറയുന്ന ഒരാത്മാർത്ഥ പ്രാർത്ഥനയാണ്. ദാവീദ് ദൈവത്തോട് ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. നീ എന്നോട് ഉപകാരം ചെയ്തിരിക്കയാൽ നീതിമാന്മാർ എൻ്റെ ചുറ്റും വന്നുകൂടും. സങ്കീർത്തനം 142 7 തിരുവചനം. സങ്കീർത്തനം 143 ദാവീദിൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. ദുഃഖത്തിൽ ദൈവത്തോട് ആശ്രയിക്കുമ്പോൾ അവൻ രക്ഷയും ദിശാബോധവും നൽകുന്നു എന്ന ഉറപ്പാണ് ഇവിടെ കാണുന്നത്. യഹോവേ, നിന്റെ നാമനിമിത്തം എന്നെ ജീവിപ്പിക്കണമേ. നിന്റെ നീതിയാൽ എൻ്റെ പ്രാണനെ കഷ്ടതയിൽ നിന്ന് ഉദ്ധരിക്കണമേ. നിന്റെ ദയയാൽ എൻ്റെ ശത്രുക്കളെ സംഹരിക്കണമേ. സങ്കീർത്തനം 143 11-12 തിരുവചനങ്ങൾ. സങ്കീർത്തനം 144 ദാവീദിന്റെ യുദ്ധ സാഹസങ്ങൾക്കുള്ള ദൈവിക സഹായത്തെക്കുറിച്ചും ദൈവം മനുഷ്യനെ എത്ര കരുണയോടെ കാണുന്നു എന്നതും സമാധാനപരമായ ജീവിതത്തിനുള്ള പ്രാർത്ഥനയും ഉൾക്കൊള്ളുന്നു. 3-4 തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവേ, മനുഷ്യനെ നീ ഗണ്യമാക്കുവാൻ അവൻ എന്ത്? മനുഷ്യൻ ഒരു ശ്വാസത്തിന് തുല്യം. അവന്റെ ആയുസ് കടന്നു പോകുന്ന നിഴൽ പോലെയാണ്. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.